ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഷിജാസ് വേൾഡിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. ഓണമൊക്കെ എന്തായി എല്ലാവർക്കും? ഓണമൊക്കെ ഒരുങ്ങിയോ? അല്ലേ, ഒരുങ്ങുന്നുണ്ടായിരിക്കും അല്ലേ? പുതിയ ഡ്രസ്സൊക്കെ എടുക്കണം, പുതിയ ഡ്രസ്സ് എടുക്കണം, എല്ലാം ഒരുക്കി വെക്കണം. പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറികൾ ഇതെല്ലാം മേടിക്കണം. എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ബന്ധുക്കൾക്ക്, അച്ഛന്, അമ്മയ്ക്ക്, സഹോദരങ്ങൾക്ക് എല്ലാം ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. പിന്നെന്താ, ബോണസൊക്കെ മേടിക്കണം. എല്ലാവരും ബോണസൊക്കെ മേടിക്കണം. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാ ഒരു ഓണമെന്ന് പറഞ്ഞാലല്ലേ അല്ലേ? ബോണസ് ഇല്ലാത്ത എന്നെ എല്ലാവർക്കും ഇല്ല കേട്ടോ. എനിക്ക് ബോണസൊന്നും ഇതുവരെ ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം കിട്ടുമെന്ന് തോന്നണില്ല. ഈ വർഷം എനിക്ക് ബോണസ് ഇല്ലാത്ത ഓണമാണ്. ഈ വർഷം എനിക്ക് ബോണസൊന്നും ഇല്ലാത്ത ഓണമാണ്. അപ്പം എന്താ പറയുക, അപ്പം എല്ലാവരും ഓണമൊക്കെ ഒരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് കാത്തിരിക്കുമായിരിക്കും ഓണം ആഘോഷിക്കാൻ അല്ലേ. അപ്പം എൻ്റെ എന്താ പറയുക, എൻ്റെ അഡ്വാൻസായിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെ കേട്ടോ. അഡ്വാൻസായിട്ട്. നാളെ ഇനി വരാൻ പറ്റിയില്ലെങ്കിലോ? അറിയത്തില്ലല്ലോ, മനുഷ്യൻ്റെ കാര്യമല്ലേ, ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. മനുഷ്യരുടെ ഇപ്പം അങ്ങനെയാണ് മനുഷ്യന്മാരുടെ ജീവിതങ്ങൾ. അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ പറഞ്ഞു ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് ഓണമൊക്കെ ആഘോഷിച്ചിരിക്കുക. പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ഞാനിപ്പോഴേ എൻ്റെ എല്ലാവർക്കും ഒരു ഓണത്തിൻ്റെ ഒരു ഓർമ്മ കാണുമല്ലോ. അടുത്തോട്ട് വെച്ച് പറയാം അല്ലെങ്കിൽ അവിടെ ഉറക്കം പറഞ്ഞാൽ അവിടോട്ട് കേൾക്കും. അപ്പം അതുകൊണ്ട് ഫോൺ വെച്ചിട്ടോട്ട് അടുത്തോട്ട് വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കേൾക്കാൻ പറ്റും. അപ്പം എന്താ, ഓണത്തിൻ്റെ എല്ലാവർക്കും ഓരോരോ ഓർമ്മകൾ കാണും. ഓണത്തിൻ്റെ ഓർമ്മകളല്ലേ. നമ്മുടെ കുട്ടിയായിരിക്കുമ്പോൾ, നമ്മൾ വലുതാവുമ്പോൾ, അപ്പം നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ, നമ്മൾ വലുതായി കഴിയുമ്പോൾ, നമ്മുടെ ബാല്യം, കൗമാരം, യൗവനം, ഇതിലൊക്കെ നമുക്ക് നല്ല നല്ല ഓർമ്മകൾ കാണും ഓണമെന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ എനിക്കുണ്ട് എൻ്റെ ബാല്യത്തിലെ ഓണ ഓർമ്മ, എൻ്റെ കൗമാരത്തിലെ ഓണ ഓർമ്മ. എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്ക് നല്ല നല്ല ഓർമ്മകളുണ്ട് കേട്ടോ. വിരലിൽ എണ്ണാവുന്ന ഓർമ്മകൾ മാത്രം, ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അപ്പം എൻ്റെ ബാല്യത്തിലെ ഓണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടിയായിരുന്നല്ലേ, അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഓണമായിരുന്നു. അതിനേക്കാളും അടിപൊളി എൻ്റെ കൗമാരത്തിലുള്ള ഓണം എനിക്ക് ഭയങ്കര സൂപ്പറായിരുന്നു. എന്നെ കൊണ്ടുപോയി കാലിൽ പാദസരവും കൈ നിറച്ച് വളയും, 2 കയ്യിലും വളയും, എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സും ഒക്കെ മേടിച്ച് തന്നവരുണ്ട്. എനിക്ക് അവരെയൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ആ ഒരു വിഷമം എനിക്കിപ്പോൾ ഉള്ളൂ. അപ്പോൾ എന്നെ കൊണ്ടുപോയാണ് കേട്ടോ, എനിക്ക് മേടിച്ചുകൊണ്ട് തരികയല്ല, എന്നെ കൊണ്ടുപോയി എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് മേടിച്ച് തന്നവരുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ കൗമാര കാലത്തിൽ അങ്ങനെയുള്ള ഉണ്ട്. എന്നെ ഓണത്തിനെന്നല്ല,
എവിടെ പോയാലും എന്നെ കൂടെ കൊണ്ട് നടന്ന് അവർക്ക് മേടിക്കുമ്പോൾ അതേപോലെ എനിക്ക് മേടിച്ച് തരുന്ന ഒത്തിരി മനസ്സിൽ നന്മയുള്ള ആൾക്കാർ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ എൻ്റെ ബാല്യത്തിൽ ഓണം, അതും എനിക്ക് നല്ലത് തന്നെയാണ് കേട്ടോ. ഒന്നും അറിയാത്ത കാലത്തിൽ അതും എനിക്ക് നല്ല ഓർമ്മകൾ തന്നെയാണ്. ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെന്നും കുട്ടികളായിട്ടിരിക്കുന്നതാണ് നല്ലത്. നമുക്കൊന്നും അറിയണ്ട, ഒരു വിഷമങ്ങളും അറിയണ്ട, ഒരു പ്രയാസങ്ങളും അറിയണ്ട. എന്നും കുട്ടികളായിട്ടിരിക്കാൻ ആഗ്രഹിക്കണം. ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ അങ്ങനെ ബാല്യത്തിലും കൗമാരത്തിലും ഒക്കെ നല്ല ഓണം ഓർമ്മകളും എനിക്കുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ അത്ര നല്ല ഓണങ്ങളൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ. എനിക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഓണങ്ങളൊന്നും എനിക്കുണ്ടായില്ല കേട്ടോ. എല്ലാ പ്രാവശ്യവും ഓണം വരും പോവും. പിന്നെ എൻ്റെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവനെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവന് പുതിയ എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എല്ലാ വീട്ടിലും വലിയ ഒരുപാട് കൂട്ടാനും കറികളും ഒക്കെ വെച്ച് അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. ഒരുങ്ങാനുള്ള സാഹചര്യം നമുക്കില്ല. നമുക്കങ്ങനെ എല്ലാ സദ്യകളും ഉണ്ടാക്കിയൊന്നും നമ്മൾ കഴിക്കാറില്ല. എന്തെങ്കിലും 2 3 ഐറ്റം ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാടൊന്നും ഞങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് അങ്ങനെ നമുക്ക് നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാറില്ല. പക്ഷേ എൻ്റെ മോനിപ്പം നല്ല സൂപ്പറായിട്ട് ഓണം ഒരുങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോള് അവൾ നല്ല സൂപ്പറായിട്ട് എല്ലാ വർഷവും ഓണം ഒരുങ്ങി കൊടുക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിന് ഓണക്കോടി എടുത്ത് കൊടുക്കുക. അവർ നന്നായിട്ട് ഓണം ഒരുങ്ങുന്നുണ്ട്. ഞാൻ ഈ പലയിടത്തൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ടേ എല്ലാ ഓണത്തിനും ഒന്നും ഞാനങ്ങനെ പോകാറില്ല. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ പോകാറില്ല ഓണത്തിന്. നമ്മളെപ്പോഴും പോകുമല്ലേ. അപ്പോൾ പിന്നെ ഓണത്തിനായിട്ടൊരു പ്രത്യേകിച്ചൊരു പോക്കൊന്നും എനിക്കില്ല. നമ്മുടെ ജോലിയുടെ ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് വേറെ ആളില്ലെങ്കിൽ നമ്മൾ ആ ഓണമെന്ന് പറഞ്ഞ് നമ്മളോടിപ്പോൾ എനിക്കങ്ങനെ ശീലമില്ല. അതുകൊണ്ട് ഞാൻ പോകാറില്ല. ഓണം കഴിയുമ്പോൾ ഞാൻ പോവും, അത്രേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ ഞാൻ എൻ്റെ ആൻറ്റിയുടെയും സാറിൻ്റെയൊക്കെ കൂടായിരുന്നു ഓണം ആഘോഷിച്ചത്. കഴിഞ്ഞ വർഷം സാറും ആൻറ്റി ഇത് കാണുന്നുണ്ടായിരിക്കും, എനിക്കറിയാം. സാറും ആൻറ്റി എന്നെ കാണുന്നുണ്ടായിരിക്കും. എന്നെ കൊണ്ടുപോയി സാരിയൊക്കെ എടുത്ത് തന്ന്. കഴിഞ്ഞ വർഷം ആൻറ്റി സാറും എന്നെ കൊണ്ടുപോയി സാരിയൊക്കെ എടുത്ത് തന്ന്. പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ ഒരുങ്ങി അവിടെ നല്ല സാറിൻ്റെ ആൻറ്റിയുടെയും കൂടെ നല്ല ഓണാഘോഷം. അങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് ആഘോഷിച്ചില്ല. എന്നാലും അവർക്കൊപ്പം നിന്ന് ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേർന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഓണം കേട്ടോ. അല്ലാതെ എനിക്ക് വലിയ പറയത്തക്ക ഓണങ്ങളൊന്നും അങ്ങനെ എൻ്റെ ബാല്യത്തിലും കൗമാരത്തിലും, പിന്നെ ഞാൻ പറയുകയാണ് കേട്ടോ, എൻ്റെ ബാല്യത്തിലും കൗമാരത്തിലും മാത്രം ഞാൻ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഊഞ്ഞാലാടിയിട്ടുണ്ട്. എല്ലാ പിള്ളേർക്കും ഉള്ളതുപോലെ ഞാനും അതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്, ഇല്ലെന്നില്ല. പിന്നെ ഇങ്ങോട്ടൊന്നും ഉള്ള ഓണങ്ങളൊന്നും എനിക്കത്ര നല്ല ഓർമ്മകളൊന്നുമില്ല. ഒരു ഓണത്തിന് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഒരു ഓണത്തിൻ്റെ തലേദിവസം ഉത്രാടത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. എൻ്റെ മോന് 3 വയസ്സ് 3-3.5 വയസ്സുള്ളപ്പോൾ. അപ്പം ആ ഓണം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഓണമാണ്. എന്നുവെച്ചാൽ ഞാനും എൻ്റെ കുഞ്ഞും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് തലേദിവസം ചെന്ന് ഞാൻ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ കഴിഞ്ഞു. എനിക്ക് സദ്യയോ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒന്നുമുള്ളൊരു ആഗ്രഹങ്ങളും ഇല്ല കേട്ടോ. സത്യം ഞാൻ പറയാം, എനിക്ക് അങ്ങനെ സദ്യ കഴിക്കണം, എനിക്ക് അങ്ങനെ പായസം കുടിക്കണം, സദ്യ കഴിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്, അങ്ങനെ ഒന്നും എനിക്കില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് അങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ല. അങ്ങനെ ഓണത്തിന് സദ്യ കഴിച്ചാലേ പറ്റുള്ളൂ, അങ്ങനെ ഒന്നും ഇല്ല. എനിക്ക് എന്തെങ്കിലും കഴിക്കണം, നമ്മൾ അത്രേ ഉള്ളൂ. തന്നെയല്ല, സദ്യ ആണെങ്കിൽ പോലും ഞാൻ അതിൽ എല്ലാ കൂട്ടാനൊന്നും കഴിക്കാറില്ല. സദ്യ ആയാലും നമ്മളങ്ങനെ എല്ലാം ഒന്നും അങ്ങനെ എന്തുവാ 1-2 കൂട്ടാൻ കൂട്ടും. പിന്നെ അങ്ങനെ വലിയ കൂട്ടാനുകളൊന്നും എനിക്കങ്ങനെ അത്ര ഒന്നും നിർബന്ധമില്ല. അപ്പോഴേ ഞാൻ നിർത്തുവാണ് കേട്ടോ.
എന്ന് വെച്ചാലേ അപ്പം എൻ്റെ അഡ്വാൻസ് എല്ലാവർക്കും ഹാപ്പി ഒരു എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബ് അല്ലാത്തവർക്കും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പറയാനാണ് ഞാൻ വന്നത്. ചിലപ്പോൾ നാളെ എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പറയാൻ പറ്റുമോ? ദൈവം നമ്മുടെ മനുഷ്യരുടെ കാര്യമല്ലേ, എപ്പോഴാണ് എന്താ സംഭവിക്കണമെന്നൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പം നാളെ പറയാമെന്ന് വെച്ചാൽ എനിക്ക് നാളെ പറയാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു കാര്യങ്ങളും നമ്മുടെ മനസ്സ് തുറന്ന് നമുക്കതിൽ അതിൽ തന്നെ ശ്രദ്ധിച്ച് പറയാൻ പറ്റില്ല. നമ്മുടെ മൈൻഡ് അവിടെ നിന്ന് മാറിപ്പോവും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഞാൻ എന്ത് പറയാം. അപ്പം അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അത് പറയാനാണ് വന്നത്. എല്ലാവർക്കും നല്ലൊരു ഓണം ഉണ്ടാവും. അതുപോലെ എൻ്റെ കുഞ്ഞുനാളിൽ എനിക്കും ഉണ്ടായ ഓണം നല്ല നല്ല ഓർമ്മകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല ഓണങ്ങളും ഒക്കെ. അതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ഓർമ്മകളുണ്ട്, ഓണം ഇല്ലാത്തതുകൊണ്ട്. ശരി, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരേക്കും എല്ലാവർക്കും ടാറ്റാ.